ന്യൂയോർക്കിലെ ഒരു ടാക്സി ഡ്രൈവർ. ആ ദിവസത്തിൻ്റെ അവസാനത്തെ ഓട്ടം, അതിനുള്ള അഡ്രസ്സ് അദ്ദേഹത്തിന് ലഭിച്ചു. ആ അഡ്രസ്സ് പ്രകാരം അദ്ദേഹം ഒരു വീടിൻ്റെ മുൻപിൽ എത്തുകയാണ് ചെയ്യുന്നത്. വീട്ടിലെത്തി കോളിംഗ് ബെൽ അടിച്ചു, വാതിലിൽ മുട്ടി. പ്രത്യേകിച്ച് ഒരു അനക്കമൊന്നും ഒരിടത്തുനിന്നും കേൾക്കുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചില്ല. 5-10 മിനിറ്റുകൾക്ക് ശേഷം വീണ്ടും അദ്ദേഹം കോളിംഗ് ബെൽ അടിച്ചു. അപ്പോൾ പതുക്കെ ഉള്ളിൽ നിന്ന് ഒരു സ്വരം, 1 മിനിറ്റ് നിൽക്കണമേ എന്ന്. പതുക്കെ വാതിൽ തുറന്ന് ഏകദേശം 88-90 വയസ്സുള്ള ഒരു വൃദ്ധ ഒരു ബാഗ് വലിച്ചുകൊണ്ട് പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിന് വലിയ സങ്കടം തോന്നി. ഈ വൃദ്ധയെ സഹായിച്ചു. ആ ബാഗ് വണ്ടിയിലെടുത്ത് വെക്കുവാനായിട്ട് സഹായിച്ചു. ചോദിച്ചു എങ്ങോട്ടാണ് പോവേണ്ടത്. പോകേണ്ട സ്ഥലത്തെ അഡ്രസ്സ് അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. മനസ്സിലായി ഇത് ഒരു അനാഥ മന്ദിരത്തിലേക്കാണ് പോകേണ്ടതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. വൃദ്ധ കൂട്ടിച്ചേർത്തു, ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ അവിടെ എത്തിച്ചേരാം. പക്ഷേ എനിക്കൊരു ആഗ്രഹമുണ്ട്. ഈ ന്യൂയോർക്ക് ടൗണിലൂടെ 1-2 മണിക്കൂറൊന്ന് സഞ്ചരിക്കണം. എത്ര കാശ് വന്നോട്ടെ, ഞാനത് തന്നുകൊള്ളാം. അങ്ങനെ ആ വൃദ്ധയുടെ നിർദ്ദേശപ്രകാരം ഈ വണ്ടി ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. ഒരു സ്ഥലത്തെത്തിയപ്പോൾ പറഞ്ഞു, ഒന്ന് നിർത്തണമേ. വിദൂരതയിലേക്ക് ആ വൃദ്ധയൊന്ന് നോക്കി. പറഞ്ഞു, ഇത് ഞാൻ ചെറുപ്പത്തിൽ നൃത്തം പിടിച്ച സ്ഥലമാണ് എന്ന് പറഞ്ഞ് പഴയ ഓർമ്മകൾ അയവിറക്കുവാനായിട്ട് ശ്രമിച്ചു. കുറച്ചും കൂടെ മുമ്പോട്ട് ചെന്നു. അവിടെ വലിയൊരു മാളായിരുന്നു. പറഞ്ഞു, ഇത് ഞാൻ പഠിച്ച സ്കൂളായിരുന്നു, ഇപ്പോൾ അത് വലിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആയി മാറിയിരിക്കുകയാണ്. വീണ്ടും മുമ്പോട്ട് ചെന്നു. അവിടെ കാണുവാൻ സാധിച്ചത് ഒരു ഫാക്ടറി നിലനിൽക്കുകയാണ്. ഈ സഹോദരി പറഞ്ഞു, ഞാനിവിടെ പഠിച്ച സ്ഥലം, കോളേജ് പഠനം നടത്തിയ സ്ഥലമാണ് ഇവിടെയെന്ന്. പിന്നെയും മുമ്പോട്ട് പോയി ദൂരത്തേക്ക് കുറേ നേരം നോക്കിയിരുന്ന് തന്നോട് തന്നെ എന്തോ മന്ത്രിക്കുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നി. അവസാനം ഈ എത്തേണ്ട സ്ഥലത്ത് എത്തുകയാണ് ചെയ്യുന്നത്. 2 പേർ വന്ന് വീൽ ചെയറിൽ ഈ വൃദ്ധയെ കൂട്ടിക്കൊണ്ട് ഉള്ളിലേക്ക് പോയി. അതിനു മുൻപ് ഇദ്ദേഹത്തെ ഒന്ന് കെട്ടിപ്പിടിച്ച് ഒന്ന് ഹഗ് ചെയ്തു. അതിനുശേഷം പറഞ്ഞു, എനിക്ക് വേണ്ടി ഇത്രയും സമയം ചിലവഴിച്ചല്ലോ, അത് സന്തോഷത്തിൻ്റെ നിമിഷങ്ങളായിരുന്നു, ഒത്തിരി നാളുകൾക്ക് ശേഷം ലഭിച്ച നിമിഷങ്ങളായിരുന്നുവെന്ന്. പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ നമ്മുടെ സമയം നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, ഇതുപോലെ നമ്മുടെ സമയം ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി ചിലവഴിക്കുവാൻ ശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.